ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. ഹിന്ദിയിലെ യൂണിറ്റ് 2 ബാദൽ ചാപ്റ്റർ ആണ്. ബാദൽ ചാപ്റ്ററിൻ്റെ പോയിട്രി ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ, കവിതയാണ്. കവിതയുടെ ഫുൾ എക്സ്പ്ലനേഷനും മലയാളം മീനിങ്സും ഉൾപ്പെടുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മളതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ബാദൽ, കവിതയാണ്. ആരാണ് ഓതർ? ഡോക്ടർ ശ്രീപ്രസാദ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബാദൽ ക്യൂം സുന്ദർ ലഗ്തേ ഹേ? എന്താണ് മേഘങ്ങൾ ഇത്ര ഭംഗിയുള്ളതായിട്ട് കാണപ്പെടാൻ കാരണം? ഹവ ബാദൽ കോ പകഡ് കർ ലാത്തി ഹേ, आकाश में बादल काले कंबल जैसे जा जाता है, वह बहुत सुंदर लगता है. അപ്പോൾ അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്, അറിയാലോ. കാറ്റ് മേഘങ്ങളെ പിടിച്ചുകൊണ്ടുവരുന്നു. പിന്നെ ആകാശത്തിൽ മേഘങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു? കാലെ കമ്പൽ ജൈസെ, കറുത്ത കമ്പിളിപ്പുതപ്പ് പോലെ കാണപ്പെടുന്നു അല്ലെ, വ്യാപിച്ച് മൂടി പുതപ്പ് പോലെ കാണപ്പെടുന്നു. അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്താണ്, മേഘങ്ങൾ ഭയങ്കര ഭംഗിയുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്, ബാദൽ കെ ബർസ്നെ പർ കോൺ കോൺ ഖുഷ് ഹോത്തെ ഹേ? മഴ പെയ്യുന്നു അല്ലേ, മേഘങ്ങൾ മഴയായി പെയ്യുമ്പോൾ ആരാണ് ഹാപ്പി ആവുന്നത്? ആരൊക്കെയാണ്? മോർ, കാഗസ് കി നയ്യ, പൂഞ്ച് ഉഡാക്കർ ഭാഗ്നെ വാലി ഗായ്. നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് അതിൽ 2 ചോദ്യോത്തരങ്ങൾ മാത്രമേ ഉള്ളൂ ചെയ്യാൻ. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസിൽ ആദ്യത്തെ ആക്ടിവിറ്റീസ് റൈമിംഗ് വേർഡ് പോലെ വരുന്നതാണ്. 2 അവർ നമുക്ക് തന്നിട്ടുണ്ട്. ആയേ, ജായേ, കമ്പൽ, ബാദൽ അവർ തന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് എഴുതാനുണ്ട്. പായിയുടെ ഏതാ? ആയി വരും അല്ലേ. നെക്സ്റ്റ് ദിക്കായി ഏതാ? ചംകായി എ ആണ്. അടുത്തത് കൽക്കൽ ഏതാ? ചൽ. ഇത് എന്താണെന്ന് അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾ റൈമിംഗ് വേർഡ് എഴുതുന്ന പോലെ തന്നെ അവസാനിക്കുന്ന വേർഡ് ഇതാ ഈ കണ്ടോ, അതുപോലെ ഇൽ അവസാനിക്കുന്നത് ഒരേപോലെ അങ്ങനെയുള്ളതാണ് റൈമിംഗ് ആയിട്ട് എഴുതേണ്ടത്. പിന്നെ ബാദൽ, കമ്പൽ അവർ തന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഗോഡെ, ജോഡെ, നയ്യ ഏതാ? ഗയ്യ, ചായേ, ആയേ, ഇത് അവർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്ത് എഴുതിയാൽ മാത്രം മതി. പായി, ആയി, ദിക്കായി, ചംകായി, കൽക്കൽ, ചൽ, ഗോഡെ, ജോഡെ, നയ്യ, ഗയ്യ. നെക്സ്റ്റ്, ചിത്ര ദേഖെ കവിത സെ ഉചിത് പങ്ക്തിയാം ലിഖേ. ചിത്രം നോക്കിയിട്ട് കവിതയിൽ നിന്ന് ഉചിതമായ ലൈൻസ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ചിത്രം ഇടിമിന്നലിൻ്റെതാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് മേഘങ്ങളുടെ കൂട്ടം ഓരോ രൂപമായിട്ട് കാണപ്പെടുന്നതാണ്. മൂന്നാമത്തെ തന്നിരിക്കുന്നത് മയിലിൻ്റെ ആണ്. 4 പശുവിൻ്റെ ആണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ലൈൻസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് കർത്തേ गड़गड़ आते बड़बड़, बिजली बादल को चमकाए, अंधियारे में राह दिखाए. അടുത്തത് ഈ ഒരു ഷേപ്പിൽ തന്നിരിക്കുന്നത് എന്താ? ചെമ്മരിയാടിൻ്റെ ഷേപ്പ്, മരത്തിൻ്റെ ഷേപ്പ്, ആനകൾ അല്ലേ, നടക്കുന്ന കുതിര. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏതാണ് ലൈൻസ്. നോക്കാം. പേടോം ജൈസെ ലഗ്തേ ജൈസെ ചൽത്തെ ഗോഡെ, ബൻ ജാത്തെ ഹാത്തി കി ജോഡെ. നെക്സ്റ്റ് മയിലിൻ്റെ ആണ്. പീകോക്ക്. നമ്മൾ പറഞ്ഞിരുന്നു മഴ വരുമ്പോൾ ഹാപ്പി ആയിട്ട് ഡാൻസ് ചെയ്ത് പാട്ട് പാടുന്ന ആളാണ് മയിൽ. അപ്പോൾ ആ ലൈൻസ് ചെയ്താൽ മോർ മകൻ മൻ झूम जनन जन झूम कर नाच दिखाए, गुश होकर गाना गाए. അടുത്തത് നമുക്ക് ഒരു ഗയ്യ അല്ലെ, ഗായ് പശുവാണ്. പശുവിൻ്റെ ലൈൻ വരുന്നത് അവസാനത്തെ സ്റ്റാൻസയാണ്. ബർസെ ബാദൽ കൽക്കൽ ചൽ ടൈർ ചലി കാഗസ് കി നയ്യ, പൂഞ്ചുടാക്കർ ഭാഗി ഗയ്യ. ഓക്കെ, അത്രയാണ്. ഇനി നമുക്ക് അടുത്ത എക്സസൈസ് നോക്കാം. അടുത്തതും സിമിലർ എക്സസൈസ് ആണ്. കവിതാസെ പങ്ക്തിയാം ചുനെ ലിഖേ. തന്നിരിക്കുന്ന സെന്റൻസുമായി മാച്ച് ചെയ്യുന്ന കവിതയിൽ നിന്നുള്ള ലൈൻസ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിജലി ബാദൽ കോ ചംകാത്തി ഹെ, അന്ധിയാരെ മേ പ്രകാശ് ഫൈലാക്കർ രാഹ് ദിഖാത്തി ഹെ. ഇടിമിന്നൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇടിമിന്നൽ വരുമ്പോൾ ആ വെളിച്ചത്തിൽ നമ്മുടെ മേഘങ്ങൾ പ്രകാശിക്കുന്നത് കാണാം. രാത്രിയിൽ എന്ത് കാണാം? ഈ വഴി കാട്ടുന്നുണ്ട് അല്ലേ, ഈ ഇടിമിന്നൽ. അപ്പോൾ അത് വരുന്ന ലൈൻസ് ആണ്. करते गड़गड़ आते बड़बड़, बिजली बादल को चमकाए, अंधियारे में राह दिखाए. ഇനി അടുത്തത് हवा बादल को पकड़ कर लाती है, आकाश में बादल काले कंबल जैसे जा जाता है, वह बहुत सुंदर लगता है. അപ്പോൾ നമ്മൾ പറഞ്ഞു കാറ്റ് മേഘങ്ങളെ പിടിച്ചുകൊണ്ടുവരുന്നു. പിന്നെയോ ആകാശത്ത് മേഘങ്ങൾ എന്താണ്? കറുത്ത കമ്പിളി പുതപ്പ് പോലെ വ്യാപിച്ചു കിടക്കുന്നു. അത് കാണാൻ ഭയങ്കര സൗന്ദര്യമാണ് അല്ലേ, ഭംഗിയാണ്.
അപ്പം അത് വരുന്ന ലൈനാണ് ഹവാ പകഡ്കർ ലാത്തി സർസർ ചായേ ജൈസെ കാലെ കമ്പൾ കിത്തനെ സുന്ദർ ലഗ്തേ ബാദൽ. नेक्स्ट नने जल कणों से बाप बनती है, बाप से बादल बनता है, डंडा होने पर बादल बरसता है. എന്താണ് ചെറിയ ചെറിയ ജലകണങ്ങൾ ബാഷ്പങ്ങളായി മാറും, നീരാവിയായിട്ട് മേലേക്ക് പോകും, നീരാവിയായി പോണു. ആ നീരാവി ബാഷ്പങ്ങൾ മേഘങ്ങളായിട്ട് മാറുന്നു, മേഘങ്ങൾ തണുത്തുറഞ്ഞ് മഴയായി പെയ്യുന്നു. ഇതാണ് അതിൻ്റെ മീനിങ്. അപ്പം അത് വരുന്ന ലൈൻസ് ആണ് നൻഹെ ജൽകൺ ഗയേ ബാബർ ഉസി ബാബ് നെ ഡണ്ടക് പായി ബാദൽ ബർസെ ബർസ ആയി. അപ്പം ആ എക്സസൈസ് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ബദായി ബാരിഷ് കെ ആനെ പർ കോൻ കോൻ ഖുഷ് ഹോത്തെ ഹെ. മഴ വരുമ്പോൾ ആരൊക്കെയാണ് ഹാപ്പി ആവുന്നത് എന്നാണ് ചോദ്യം കേട്ടോ, സന്തോഷിക്കുന്നത് എന്നാണ്. നമുക്ക് നോക്കാം ആരൊക്കെയാണ്. നമ്മുടെ ഒരു തവള ഉണ്ട്, ഈ പിക്ചറിൽ കാണുന്നത് നിങ്ങൾക്ക് എഴുതാം. തവള, ബട്ടർഫ്ലൈസ്, പിന്നെ അതുപോലെ ഒരു പക്ഷിയുണ്ട്, പിന്നെ നദിയുണ്ട്, മല കാണുന്നുണ്ട്, മരങ്ങൾ കാണുന്നുണ്ട്, കല്ലുകൾ കാണുന്നുണ്ട്. ഇവർക്കൊക്കെ മഴ അനുഭവപ്പെടുമ്പോൾ, മഴ പെയ്യുമ്പോൾ സന്തോഷം തന്നെയാണ്. അപ്പം നമുക്ക് അവരെയൊക്കെ ഒന്ന് എഴുതാം. മേഡക്, മേഡക് പറഞ്ഞാൽ തവള. ഫ്രോഗ്, പേഡ് പൗദേ അറിയാലോ, നമ്മുടെ വൃക്ഷലതാദികളെയാണ് പേഡ് പൗദേ പറയാം, മരങ്ങൾ കല്ലുകളൊക്കെ കേട്ടോ, മരങ്ങൾ ഇലകളൊക്കെ ചെടികളൊക്കെ. നെക്സ്റ്റ് ചിടിയ, ചിടിയ പക്ഷി, തിത്തലിയ പൂമ്പാറ്റ, ബട്ടർഫ്ലൈ, പഹാഡ്, അവിടെ ഒരു പഹാഡ് കാണുന്നുണ്ട്, ഒരു കുന്ന്. പിന്നെ നദി, നാലെ, നദി അതായത് നദി പറഞ്ഞാൽ റിവർ, നാലെ അരുവിയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അറിയാമെങ്കിൽ എഴുതാം. നെക്സ്റ്റ് നമുക്ക് അവിടെ ഒരു പങ്ക്തിയാം ലിഖേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നിരിക്കുന്ന ചിത്രത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒരു പോയം എഴുതണം, ഒരു കവിത എഴുതുക. അപ്പം നമുക്ക് ആ കവിത നോക്കാം. ബാരിഷ് കി റിംജിം എന്നാണ് ഞാൻ ഈ കവിതയ്ക്ക് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ, ഹെഡ്ലൈൻ. അപ്പം നമുക്ക് പോയിട്രി നോക്കാം. बरस रही है रिमझिम, झूम रहे हैं मेंढक, गा रहे हैं गीत, तितलियां मुड़े रंग बिरंगे पंगों से, हिल रहे हैं पहाड़, शांति में बसी है नदी, पक्षी मधुर गीत गाते हुए उड़ जाते हैं, हर एक ध्वनि में है दुनिया की सादगी, बारिश की रिमझिम प्रेम का संदेश. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം കേട്ടോ. ഞാൻ ഒരു ചെറിയ പോയിട്രി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് മേരി കവിത, ഇപ്പം നമ്മൾ എഴുതിയ കവിതയിൽ എന്തൊക്കെയുണ്ട്, ആശയമുള്ള പങ്ക്തികൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് റോങ് ആയിട്ട് ഇടാം കേട്ടോ. ഈ പിക്ചർ ഇവിടെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ താളയുക്ത പങ്ക്തി, ഒരേ താളത്തിൽ വരുന്ന പങ്ക്തി ഉണ്ടോ, ഒരേ താളത്തിൽ വരുന്ന പങ്ക്തികളില്ല, അപ്പം അത് ഇല്ല. അടുത്ത ശീർഷകമുണ്ടോ, ഉണ്ട്, ശീർഷകമുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ വരിക. ഓക്കെ, ഇനി അടുത്തത് ദൃശ്യാഭ്യാസ് കാര്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉള്ളതാണത്. അനുബന്ധ കാര്യ പ്രകൃതി ദൃശ്യവും കോ ഫോട്ടോ ഗീജ് ശീർഷക് ദേ. ഇതുപോലെ പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളും, നമുക്ക് നല്ല ഭംഗിയുള്ള മഴ പെയ്യുന്നത്, മഴവില്ല് വരുന്നത്, അങ്ങനെ പ്രകൃതി പ്രതിഭാസങ്ങൾ ഒരുപാടുണ്ട് അല്ലേ. അത് ഫോട്ടോ എടുത്തിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കാൻ, ഒരു ശീർഷകം കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആക്ടിവിറ്റീസ്. നമ്മളെല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ട് അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഓണം എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഏത് സബ്ജക്ട്സിൻ്റെയാണ് വേണ്ടത്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.